ഹലോ വെൽക്കം ബാക്ക്. അങ്ങനെ ഇതാ 6ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവരെയും നോമ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെ എല്ലാവർക്കും റമദാൻ മാസം കംപ്ലീറ്റ് ആക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ ഇവിടെയും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷനിൽ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്തിടുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും ഒരു കമൻറ്റ് കൂടി തരാൻ ശ്രമിക്കുക കേട്ടോ. അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ ഒരു പ്രശ്നവുമില്ല. പിന്നെ പുതിയ ഫീച്ചറായിട്ടുള്ള ഹൈപ്പ് തരാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാനും ശ്രമിക്കണേ. അപ്പോൾ ഇന്നിതാ ളുഹ്ർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം റേക്കും കേശക്കും ഉള്ള ചോറൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. കേശ സ്കൂളിൽ വന്നിട്ടില്ല, അവൾ എത്തുമ്പോഴത്തേക്ക് 2:30-3 മണിൻ്റെ അടുത്താവും. അപ്പോഴത്തേക്ക് റെഡിയാക്കി വെക്കുകയും ചെയ്യാം, റേക്കൊക്കെ കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ എളുപ്പത്തിന് വേറെ കറിയും കൂട്ടാനും ഒന്നും ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ ചെയ്യുന്നൊരു പരിപാടിയാണ് ഈ ഒരു മുട്ടച്ചോറ്. വെളിച്ചെണ്ണയിൽ ചുവന്നുള്ളി മൂപ്പിച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് ഒക്കെ ഇട്ടതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചോറും കൂടി അതിലേക്ക് ഇട്ട് ചൂടാക്കിയിട്ടൊന്ന് എടുക്കുകയാണ്. ഇത്രയായാലും മുട്ടച്ചോറ് റെഡിയാണ് കേട്ടോ. കുട്ടിക്ക് മാത്രമല്ല, കുറച്ചും കൂടി കൂടുതൽ മസാലയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയവർക്കും അതുപോലെ തന്നെ അത്താഴത്തിനൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഞാൻ അപ്പോൾ കുട്ടിയൊക്കെ കൊടുക്കാനുള്ളതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളിയും ആ ഒരു കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ അവൾക്ക് ചോറൊക്കെ കൊടുത്ത് വയറൊക്കെ ഫുള്ളാക്കിയിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് വിട്ട് കുറച്ച് നേരം TV ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അവിടെ ഇരുന്ന് കണ്ടോളും, അല്ലെങ്കിൽ അതിൽ തന്നെ അങ്ങനെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ നമുക്ക് നമ്മളെ പരിപാടികളായിട്ട് മുന്നോട്ട് പോവാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു പണീൻ്റെ ഇടയിൽ പല ആവശ്യങ്ങളും അവർക്ക് ഉണ്ടാവും. എന്നാലും ചിലപ്പം TV ഒക്കെ കാണുന്നതിൻ്റെ ഇടയിൽ കുറിക്കാനായിട്ട് അത് ഇതെന്ന് പറഞ്ഞ് വരികയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ ഇതാ ഓള് സൈഡാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് സമയം ഓതാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് കിച്ചണിലേക്ക് ഞാൻ അസറൊക്കെ നിസ്കരിച്ചിട്ടാണ് ഇറങ്ങാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഇന്ന് നമുക്ക് കൂടുതലായിട്ട് കുക്ക് ചെയ്യാനൊന്നുമില്ല. ഇന്ന് ബാക്കിയുള്ള കുറച്ച് ഐറ്റംസ് ഫ്രിഡ്ജിലുള്ളതൊക്കെ യൂസ് ചെയ്യാനാണ് വിചാരിച്ചത് കേട്ടോ. അന്ന് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റിയിട്ടുള്ള ആ ഒരു ഗ്രീൻ പീസ് കറി ഉണ്ട്, അതുപോലെ തന്നെ തലേദിവസം ഉണ്ടാക്കിയിട്ടുള്ള പാൽക്കപ്പയും മീൻ കറിയൊക്കെ ഉണ്ട്. പിന്നെ സ്നാക്സിനായിട്ട് വല്ലാണ്ട് മെനക്കെടണമൊന്നുമില്ല. അതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മിസ്റ്റർ ഹസ്ബൻഡിനൊന്നും നോമ്പ് തുറക്കാറുണ്ടാവില്ല, പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എന്നാലും ഒരു നോമ്പ് തുറക്കാനില്ലെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ തീരെ ഉണ്ടാക്കാണ്ടിരിക്കാനും പറ്റില്ല. അങ്ങനെ അസർ നിസ്കാരത്തിൻ്റെ മുന്നായിട്ട് നമ്മൾ ഫ്രിഡ്ജിലുള്ള സംഭവങ്ങളൊക്കെ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്, ചൂടാക്കാനുള്ളതൊക്കെ കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കും കൂടി ചെയ്യുകയാണ്. പിന്നെ നിസ്കാരം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ജ്യൂസ് അടിക്കാൻ വേണ്ടിയൊക്കെ നിന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് മാംഗോ ജ്യൂസ് അടിക്കാമെന്നാണ് ആദ്യം കരുതിയത്. അപ്പോൾ അതിലേക്ക് പാലില്ലായിരുന്നു, പാൽപ്പൊടി ഇടണോ അല്ലെങ്കിൽ വെറുതെ അടിക്കണോ എന്ന് ആലോചിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് തറവാട്ടിൽ നിന്ന് 2 ഇളനീർ കൊണ്ടു തന്നത്. അപ്പം എന്നാൽ പിന്നെ ഇളനീർ കൂട്ടിയിട്ട് മാംഗോ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ പെട്ടെന്ന് തന്നെ ജ്യൂസിൻ്റെ പരിപാടികളൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഈ ജ്യൂസ് ഇതാ നമ്മളൊരു ജഗ്ഗിലേക്കും പിന്നെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ളത് ഒരു വലിയൊരു ഗ്ലാസ്സിലേക്കും വേറെ മാറ്റി വെക്കുന്നുണ്ട്. ഈ ജഗ്ഗിലുള്ള മൊത്തം എനിക്ക് കുടിക്കാനാട്ടോ. ഇതിൽ നിന്ന് ഒരു ചെറിയ ഗ്ലാസ് മാത്രമേ കേശ കുടിക്കുകയുള്ളൂ. റേക്ക പിന്നെ തീരെയും ജ്യൂസ് ഐറ്റംസ് ഒന്നും അങ്ങനെ കുടിക്കില്ല. ഇത്രയും ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ എനിക്ക് ജ്യൂസ് തികയില്ല. ഞാൻ നോമ്പ് വലിക്കുന്നത് മെയിനായിട്ട് ജ്യൂസ് കുടിക്കാനാന്ന് പറഞ്ഞ് കളിയാക്കുന്നവർ വരെ ഉണ്ട്. എന്തോ അതങ്ങോട്ട് ശീലമായിപ്പോയി. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഗ്രീൻ പീസ് കറി ഉണ്ടല്ലോ, അന്ന് പെൻഡിങ്ങിൽ വെച്ചിട്ടുള്ള നൂൽപുട്ടിൻ്റെ പരിപാടി ഇന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഇനി മറന്നു പോകണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ലാസ്റ്റിലേക്ക് നിന്നിട്ടില്ല. ആദ്യം തന്നെ നൂൽപുട്ടിനുള്ള പൊടി തിളച്ച വെള്ളം ഒഴിച്ചിട്ട് വാട്ടിയിട്ട് വെക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് പിന്നെ അത് കുഴച്ചൊക്കെ ചുട്ടെടുക്കാമല്ലോ. സംഭവം എനിക്ക് പാൽക്കപ്പുണ്ട്, പക്ഷേ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ അത് പറ്റിക്കൊള്ളുന്നില്ല. പിന്നെ അവർക്കാണെങ്കിൽ നൂൽപുട്ട് ജീവനുമാണ്. പിന്നെ നമുക്ക് അത്താഴത്തിന് ബാക്കി ഉണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെയാണ് ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു കണ്ട മാവ് മൊത്തം നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുമില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അന്ന് പറഞ്ഞല്ലോ കുറച്ച് ചോക്ലേറ്റൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. നമ്മൾ ബ്രൗണിയൊക്കെ ഉണ്ടാക്കിയിട്ടും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ സ്ട്രോബെറി ചോക്ലേറ്റ് ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം കുറേ പ്രാവശ്യം ഇങ്ങനെ ഈ റീൽസിലും കാര്യങ്ങളിലൊക്കെ ഞാൻ ഈ ഒരു സംഭവം ഇങ്ങനെ കാണുന്നു, സ്ട്രോബെറി ഇങ്ങനെ ചോക്ലേറ്റിൽ മുക്കി കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കാത്ത എന്തെങ്കിലും കണ്ടാൽ ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളത് എൻ്റെ ഒരു എന്താ പറയുക ഒരു ജന്മവാസന എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു സംഭവമാണ്. സംഭവം അത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ അതും ചോക്ലേറ്റ് മെൽട്ടായതിലേക്ക്
സ്ട്രോബെറി ഹാഫാക്കി കട്ട് ചെയ്തിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഫ്രീസറിലേക്ക് ഒന്ന് തണുക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ബ്രെഡ് ഇവിടെ ബാക്കിയുണ്ടായിരുന്നു. ഈ ഒരു ബ്രെഡും അന്നത്തെ ദിവസം ഡേറ്റ് കഴിഞ്ഞ ബ്രെഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ പ്രത്യക്ഷത്തിൽ വലിയ കേടുപാടുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതി. അപ്പോൾ നാളെ നമ്മൾ മധുരത്തിൽ പൊരിച്ചുകൊണ്ട് തന്നെ ഇന്ന് എരിവിൽ പൊരിക്കാമെന്ന് കരുതി. കോഴിമുട്ടയിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഉപ്പൊക്കെ ചേർത്തിട്ട് മിക്സ് ആക്കിയിട്ട് അതിലാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുന്നത്. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചപ്പോൾ തന്നെ നമ്മളെ ചോക്ലേറ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ആ ഒരു ബട്ടർ പേപ്പറിൽ നിന്ന് അടത്തിയിട്ട് ഇതുപോലെ ഇങ്ങനെ ട്രേയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ഒരു ഓവർ ഹൈപ്പിനുള്ള സംഭവമൊന്നുമില്ല കേട്ടോ. സ്ട്രോബെറിയും ചോക്ലേറ്റും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും. ഇവിടെ റേക്ക സ്ട്രോബെറി പൊളിച്ചിട്ട് ചോക്ലേറ്റ് മാത്രമാണ് കഴിച്ചത്. കെയ്ഷ ചോക്ലേറ്റ് പൊളിച്ചിട്ട് സ്ട്രോബെറി മാത്രമാണ് കഴിച്ചത്. അതുകൊണ്ട് രണ്ടാളും അങ്ങോട്ടും കൂടെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് അത് കാലിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മളെ പരിപാടികളൊക്കെ കാര്യമായിട്ടുള്ളതൊക്കെ അവസാനിച്ച് കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഏതായാലും നൂൽപുട്ടും കൂടി റെഡിയാക്കി വെക്കാമെന്ന് കരുതി. ജസ്റ്റ് വെറും 6 നൂൽപുട്ടേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ബാക്കി മാവ് ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഈ ഒരു 6 നൂൽപുട്ട് കൊണ്ട് തന്നെ ബാക്കി അത്താഴത്തിനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാനൊക്കെ പാൽക്കപ്പാണ് കഴിച്ചത്. ഞാൻ പിന്നെ അത്താഴത്തിന് ബാക്കിയുള്ള ബ്രെഡ് അതൊക്കെയാണ് കഴിച്ചത്. നൂൽപുട്ടിലേക്ക് ഇനി മീൻകറിയോ ചിക്കൻ കറിയോ എന്തുണ്ടെന്ന് പറഞ്ഞാലും കേശക്കൊന്നും ഇഷ്ടമല്ല. അവർക്കൊക്കെ ആ ഒരു ഗ്രീൻ പീസ് സ്റ്റൂ ആണ് ഭയങ്കര താല്പര്യം. അങ്ങനെ നൂൽപുട്ട് അവിടെ റെഡിയാക്കാൻ വെച്ചതിന് ശേഷം ഇതാ ഞാൻ കറികളൊക്കെ ഓരോന്നായിട്ട് ചൂടാക്കി എടുക്കുകയാണ്. ഇന്നങ്ങനെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല റിലാക്സ് ആയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ടും ഒരു 15 മിനിറ്റിൻ്റെ മേലെ എനിക്ക് ബാക്കി ഉണ്ടായിരുന്നു ബാങ്ക് കൊടുക്കുന്നതിന് മുന്നായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഞാൻ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നൊരു ടൈമാണ്. എത്രയൊക്കെ നേരത്തെ തുടങ്ങിയാലും ഈ ഒരു വീഡിയോ എടുക്കുന്നതുകൊണ്ടായിരിക്കണം അവസാനമാകുമ്പോൾ ഒരു നെട്ടോട്ടാണ്. ഇന്ന് പക്ഷേ അങ്ങനെ ഒന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ നമ്മൾ നൂൽപൊട്ടി ചുടലൊക്കെ ഏകദേശം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് ഞാൻ കറികളൊക്കെ ചൂടാക്കി പാൽക്കപ്പൊക്കെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ഫ്രൂട്ട്സ് ഒന്നും കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പിന്നെ കട്ട് ചെയ്ത് വെച്ചാൽ ഹസ്ബൻഡ് വരുമ്പോൾ കഴിക്കും കൂടി ചെയ്തോളും. അപ്പം പിന്നെ ഒരു ചെറിയ പീസ് വത്തയ്ക്കും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ചിക്കും ഉണ്ടായിരുന്നു, അത് പഴുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു 2 എണ്ണം അതും മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നൂൽപുട്ടായപ്പോൾ ഞാൻ പറഞ്ഞില്ല ബാങ്ക് കൊടുക്കാനൊന്നും ടൈമില്ല. നൂൽപുട്ട് കണ്ടപ്പോൾ അവർക്ക് 2 ആൾക്കും നൂൽപുട്ട് കഴിക്കണം കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ആ ചോക്ലേറ്റ് കഴിച്ചിട്ടുള്ള ആക്സിഡൻ്റ് എല്ലാം കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ അവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം കേട്ടോ.